പലതരത്തിലുള്ള സൈക്കോ കില്ലേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഷാർക്കിനോട് ഇത്രമാത്രം ഇഷ്ടമുള്ള, ഷാർക്കിനെ സ്വന്തം കുഞ്ഞുപോലെ നോക്കുന്ന, ഷാർക്കിന് എന്തെങ്കിലും പറ്റിയ സങ്കടം തോന്നുന്ന ഒരു സൈക്കോ കില്ലർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ ഒരു സൈക്കോ കില്ലറിന്റെ സ്റ്റോറി സംസാരിക്കുന്ന ഒരു മൂവിയാണ് ഡേഞ്ചറസ് ആനിമൽസ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോയ്ക്ക് ഒരു ബിസിനസ് ഉണ്ട്. വേറൊന്നുമല്ല, ടൂറിസ്റ്റിനൊക്കെ കൊണ്ടുപോയി കടലിന്റെ നടുക്ക് ഷാർക്കുള്ള സ്പോട്ടിൽ കൊണ്ട് ഷാർക്കിനൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു സൈറ്റ് സീയിങ് പോലത്തെ ഒരു ബിസിനസ് ആണ്. പക്ഷെ ശരിക്കും മച്ചാന്റെ ബിസിനസ് അതല്ല. ഈ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ഫീമെയിൽസും അല്ലാതെ പുള്ളിക്കാരൻ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഫീമെയിൽസിനേക്ക് ഈ ഷാർക്കിനെ ഡിന്നർ ആയിട്ട് കൊടുക്കും. അതാണ് പുള്ളിക്കാരന്റെ ഒരു ഹോബി. അതായത് ഷാർക്കും വിശന്ന് കിടക്കുകയാണ്, അവർക്കും ജീവിക്കേണ്ട എന്നൊരു മൈൻഡ് സെറ്റുള്ള ഒരു ഭാവം ലോലി ഹൃദയനായിട്ടുള്ള സൈക്കോ ആണ്. സോ അങ്ങനെ പോകുന്ന രാത്രി സൈക്കോ ഒരു പെൺകുട്ടിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരും. വേറെ ഒന്നുമല്ല, ഷാർക്കിനെ ഡിന്നറായിട്ട് കൊടുക്കാനാണ്. സോ പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടി എങ്ങനെയാണ് അവിടെ രക്ഷപ്പെടുന്നതാണ് സിനിമ സംസാരിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സർവൈവൽ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ഒരാൾ ട്രാപ്പ് ആവുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അത് തന്നെയാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു മൂവിയിൽ എനിക്ക് കുറച്ച് അടിപൊളിയായിട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഈ ഒരു ക്യാരക്ടർ ട്രാപ്പായി പോകില്ല ഈ ഒരു സൈക്കോയുടെ അടുത്ത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് അടിപൊളിയാണ്. ഈ ഒരു ഇവന്റ്സ് ഒക്കെ നടക്കുന്ന നടുകടലാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് എൻഗേജിംഗ് ആണ് അവിടുത്തെ എലമെന്റ്സ് ഒക്കെ. ഓവറോൾ നമ്മൾ ഇത്ര കാലമായിട്ട് കണ്ടുവരുന്ന ഒരുപാട് സർവൈവൽ മൂവീസിന്റെ ഒരു ടെംപ്ലേറ്റ് ആണെങ്കിലും ട്രാപ്പായി പോയ ഒരു പെൺകുട്ടിനോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നും. പുള്ളിക്കാരി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് എനിക്ക് തോന്നിയത്. ബാക്കി കാര്യങ്ങളൊക്കെ സ്ഥിരം ടെംപ്ലേറ്റ് ആണ്. ആ ഒരു പ്രസന്റേഷൻ ആയാലും ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും എല്ലാം സെയിം ആണെങ്കിലും നമുക്ക് ആ ഒരു ക്യാരക്ടർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. എത്ര പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന്റെ അടുത്ത് തന്നെ ട്രാപ്പായി കിടക്കുന്ന, രക്ഷപ്പെടാൻ വേറെ വഴിയില്ല, എല്ലാ ഡോറും അടഞ്ഞു കിടക്കുവാണ്, ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു പോയിന്റും പിന്നീട് പുള്ളിക്കാരി എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഒരു ആകാംക്ഷയാണ്. സോ ആ ഒരു എൻഗേജിംഗ് ഫാക്ടർ നല്ല അടിപൊളിയായിട്ട് തന്നെ സിനിമ പ്രസന്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ കിഡിലും സർവൈവൽ ത്രില്ലർ ആണെന്നൊന്നും പറയുന്നില്ല. സർവൈവൽ മൂവീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സൈക്കോ കില്ലറിനെ പോലെ അല്ലാത്ത ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള സൈക്കോ കില്ലർ ആയിട്ട് കുറച്ചും കൂടി കൊള്ളാം. സോ എന്തായാലും ഒരു വൺ ടൈം കാണാൻ പറ്റിയ ഒരു അടിപൊളി മൂവി തന്നെയാണ് ഡേഞ്ചറസ് ആനിമൽ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.